അമേരിക്കൻ സെനറ്റിൽ നിന്നുള്ളതാണ്. സെനറ്റിൽ 100 അംഗങ്ങൾ ആണ് ഉള്ളത്. അവിടെ ഡെമോക്രാറ്റുകൾ ആണ് ഒരു പ്രമേയം അവതരിപ്പിച്ചത്. ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്നത് പ്രേക്ഷകരോട് വ്യക്തമാക്കാം. അതായത് ഇപ്പോൾ നടക്കുന്ന ഈ സൈനിക നീക്കങ്ങൾ, ആ സൈനിക നീക്കങ്ങൾക്ക് കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് നേതൃത്വം നൽകുന്നത്. അവിടെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഇറാനും അതോടൊപ്പം തന്നെ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചതാണ്. അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാനെ ആക്രമിക്കാൻ തയ്യാറായി നിന്നതാണ്. അതിനിടയിലായിരുന്നു ഒമാന്റെ നേതൃത്വത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ച, അതായത് യുദ്ധ സാഹചര്യത്തിൽ നിന്ന് മാറുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടന്നത്. അങ്ങനെ നടന്ന ഒരു ചർച്ച, ആ ചർച്ച പ്രത്യാശയ്ക്ക് വക നൽകുന്നു എന്ന തരത്തിൽ ഒമാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടാകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി അത് വിജയത്തിലേക്ക് എന്നെത്തുന്ന ഘട്ടത്തിലായിരുന്നു അപ്രതീക്ഷിതമായി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്ത്രപരമായ ഒരു നീക്കം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അയത്തുള്ള ഖമേനിയെ വധിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നീക്കങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എങ്കിൽ ഇനി അത്തരം നീക്കങ്ങൾ പാടില്ല. മറിച്ച് അമേരിക്കൻ കോൺഗ്രസിന്റെ അറിവോടുകൂടി ആയിരിക്കണം ഇനി അമേരിക്ക സൈനിക നീക്കങ്ങൾ നടത്താൻ പോകേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടത്. അങ്ങനെ ഒരു പ്രമേയം ആയിരുന്നു സെനറ്റിൽ അവതരിപ്പിച്ചത്. പക്ഷേ അവിടെ തിരിച്ചടിയാണ് ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപിന് പൂർണ്ണമായ അധികാരം നൽകുന്ന, ഏത് തരത്തിലും ഇറാനുമായുള്ള ഈ യുദ്ധത്തിൽ എന്ത് സൈനിക നടപടികൾ, എന്ത് നീക്കങ്ങൾ നടത്തണമെങ്കിലും അതിനുള്ള അധികാരം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അവിടെയാണ് കാർത്തിക് പറഞ്ഞു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത്. അതായത് ഈ 4 പതിറ്റാണ്ടിനിടെ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണം, ഒരു ഷിപ്പ് തകർക്കുക എന്നത്. പലപ്പോഴും യുദ്ധം എന്നത് 2 രാജ്യങ്ങളോ അല്ലെങ്കിൽ 2-ലധികം രാജ്യങ്ങളോ സഖ്യങ്ങളോ ഒക്കെ ഏർപ്പെടുമ്പോഴും യുദ്ധത്തിന് ഒരു നീതിയുണ്ട്. യുദ്ധം എന്നത് പലപ്പോഴും മുന്നറിയിപ്പോടുകൂടി ഇതാ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നു എന്ന അറിയിപ്പോടുകൂടിയാണ് പലപ്പോഴും നടക്കാറുള്ളത്. എങ്കിൽ അത്തരം യുദ്ധ നിയമങ്ങളെല്ലാം ട്രംപ് ലംഘിക്കുകയാണ് എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ ആണ് ട്രംപിന് കൂടുതൽ പവർഫുള്ളാകുന്ന തരത്തിലേക്ക് ഇപ്പോൾ സെനറ്റിൽ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അത് കാർത്തിക് ഏത് നിലയിലായിരിക്കും യുദ്ധത്തിൻ്റെ ഗതിയിൽ മാറ്റങ്ങൾ വരുത്തുക? പ്രത്യേകിച്ച് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ബഹുദൂരം മുന്നിലായി കഴിഞ്ഞു, വിജയം സുനിശ്ചിതമാണ്, 10-ൽ 15 മാർക്ക് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെതിരെ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന യുദ്ധത്തിൽ ഏറ്റവും പ്രതീക്ഷാവഹമായി കണ്ടത്, അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴി ഒരുങ്ങും എന്ന തരത്തിൽ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ നേരിയ കച്ചിത്തുരുമുണ്ടായിരുന്നത് അമേരിക്കയുടെ ജനതയുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ സർവേകളിലൊക്കെ തന്നെ അമേരിക്കയിലെ ജനത ഈ യുദ്ധത്തിന് എതിരാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച പ്രമേയം ഏറെ നിർണായകമായത്. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ തുടരാനുള്ള ട്രംപിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പ്രമേയം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ ആ പ്രമേയം US സെനറ്റ് തള്ളിയിരിക്കുന്നു. ഇത് സ്വാഭാവികമായും നിലവിലെ നടപടികളുമായി മുന്നോട്ട് പോകാൻ, അതായത് ഇപ്പോഴത്തെ സംഘർഷം രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകാൻ വഴിവെക്കും എന്ന് ആശങ്കപ്പെടുന്നു. കാരണം ഒരു തരത്തിൽ ഉള്ള പിന്തുണയാണ് ഡൊണാൾഡ് ട്രംപിന് ഇക്കാര്യത്തിൽ ലഭിച്ചത്. അതായത് അദ്ദേഹം ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കുള്ളൊരു പിന്തുണയായി കൂടി അത് വ്യാഖ്യാനിക്കപ്പെടും. US സൈന്യത്തെ യുദ്ധമുഖത്ത് നിന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം വളരെ ഗൗരവത്തോടെ തന്നെയാണ് മറ്റ് രാജ്യങ്ങൾ ഉറ്റുനോക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും 53 വോട്ടുകൾ എതിരായി 47 വോട്ടുകൾ, അങ്ങനെ 47-നെതിരെ 53 വോട്ടിനാണ് ഈ പ്രമേയം പരാജയപ്പെട്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഭരണഘടനാ വിരുദ്ധമായി കോൺഗ്രസിനെ മറികടന്നു എന്നായിരുന്നു ഡെമോക്രാറ്റുകളുടെ ആരോപണം. പക്ഷേ ഭൂരിഭാഗം റിപ്പബ്ലിക്കൻ അംഗങ്ങളും പ്രസിഡന്റിനെ പിന്തുണച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ അർത്ഥത്തിലാണ് അഭിലാഷ് പറഞ്ഞത് കൂടുതൽ നിർണായകമാകുന്നത്. കാരണം നിലവിലെ സംഘർഷ സാധ്യത ലഘൂകരിക്കാൻ ഒരു തരത്തിലുള്ള വഴിയും ഒരുക്കുന്നതായിരുന്നില്ല US കോൺഗ്രസിൽ ഉയർന്ന ഇത്തരത്തിലൊരു നിലപാട്. സ്വാഭാവികമായും അത് പ്രസിഡന്റ് ട്രംപിന് കൂടുതൽ പിന്തുണ നൽകുന്നതാണ്. ആ പിന്തുണ ട്രംപിന് നിലവിലെ നീക്കങ്ങൾക്ക് കരുത്ത് പകരും. സ്വാഭാവികമായും ആക്രമണങ്ങൾ ശക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ വിദഗ്ധർ വിലയിരുത്തിയത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾ ഒരു തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അമേരിക്ക പലതരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനുമേൽ ഏർപ്പെടുത്തിയിരുന്നു. ആ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്ന തരത്തിൽ ഉള്ള വിട്ടുവീഴ്ചകൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയായിരിക്കണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇറാൻ്റെ ആക്രമണം എന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഏതു യുദ്ധം ആരംഭിക്കുമ്പോഴും അതിനൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ട്. എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് വിദൂരമായെങ്കിൽ കൂടിയും ഭരണാധികാരികൾ കണക്ക് കൂട്ടുന്ന ഒരു
കാര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഇറാനിന് നേരെ US-ഉം ഇസ്രയേലും നടത്തിയ ആക്രമണത്തിൽ അത് എങ്ങനെ അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു എൻഡ് ഗെയിം പ്ലാൻ ഇപ്പോഴും വ്യക്തമല്ല. അത് US-നും വ്യക്തമല്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം അവർ ആദ്യഘട്ടം മുതൽ തന്നെ ലക്ഷ്യമിട്ടത് അവിടെ ഒരു റിജൈം ചേഞ്ചാണ്. അതായത് ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അവിടെ ഒരു ഭരണമാറ്റം കൂടി ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ ആ ഭരണമാറ്റം എത്രത്തോളം സാധ്യമാകും എന്നത് ഇപ്പോഴും ഇസ്രയേലിനും അമേരിക്കയ്ക്കും വ്യക്തമല്ല. കാരണം അവരെ അനുസരിക്കുന്ന, അവർ പറയുന്നത് കേൾക്കുന്ന, അവരുടെ നിലപാടിനൊപ്പം നിൽക്കുന്ന ഒരു പാവ സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിക്കാൻ സ്വാഭാവികമായും അമേരിക്കയ്ക്ക് കഴിയാൻ സാധ്യത കുറവാണ്. മറ്റൊരാളെ തിരഞ്ഞെടുക്കും. അത് ഈ തിയോക്രാറ്റിക് ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ, അതായത് നിലവിലെ സമാനമായി എങ്ങനെയാണോ ആയത്തുള്ള അലി ഖമനയെ ഭരിച്ചത് അതേ നിലപാടുകൾ സ്വീകരിക്കുന്ന മറ്റൊരാൾ എത്തുന്നു എന്നതുകൊണ്ട് നിലവിലെ പ്രശ്നങ്ങൾ സാധൂകരിക്കപ്പെടില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രതികരണവും വ്യക്തമാക്കുന്നത് അതാണ്. കാരണം ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായി മുജ്തബ എത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ സജീവമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ പ്രതികരണം അത് ആരായാലും വകവരുത്തും എന്ന തരത്തിൽ വളരെ പ്രകോപനപരമായ പ്രതികരണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സ്വാഭാവികമായും അത് വ്യക്തമാക്കുന്നത് ഒരു റെജീം ചേഞ്ച്, ഒരു ഭരണമാറ്റമാണ് ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടറിയുകയും വേണം. അഭിലാഷ്. യെസ്, തീർച്ചയായും അവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.